റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 8 മാസം കഴിഞ്ഞിട്ടും 8 ജില്ലകളിലെ LP സ്കൂൾ അധ്യാപക നിയമനം നടക്കുന്നില്ലെന്ന് പരാതി. 1ാം റാങ്ക് കിട്ടിയവർക്ക് പോലും ഇതുവരെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടാത്തതോടെ കടുത്ത ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ. കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2025 മെയ് 31 നിലവിൽ വന്ന LP സ്കൂൾ അധ്യാപകരുടെ റാങ്ക് പട്ടിക, ആ പട്ടികയിൽ നിന്ന് ഇപ്പോൾ 8 മാസം പിന്നിട്ടിട്ടും ഒരാൾക്ക് പോലും നിയമനം നൽകിയിട്ടില്ലെന്നാണ് ഉയരുന്ന പരാതി. നമ്മളോടൊപ്പം ഉദ്യോഗാർത്ഥികളുണ്ട്. 1ാം റാങ്ക് കിട്ടിയ ആളുകൾക്ക് പോലും ഇതുവരേക്കും നിയമനം കൊടുത്തിട്ടില്ല. ഇനി പലർക്കും ഏജ് അടക്കം കഴിയാനായവരുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ പറ്റിയിട്ടുള്ളത്? എന്താ വേക്കൻസിയൊക്കെ ഉണ്ടോ? നിലവിൽ വേക്കൻസി ഒന്നും ഇല്ല എന്നാണ് DD റിപ്പോർട്ട് വന്നിട്ടുള്ളത്. നിലവിൽ ഈ ലിസ്റ്റിൽ 6 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. അതിന് മുമ്പത്തെ ലിസ്റ്റ്, അതായത് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ലിസ്റ്റിൽ നിന്ന് പോയ 7-8 പേർക്ക് നിയമനം കൊടുക്കാനുമുണ്ട്. ഇതിൻ്റെ പ്രശ്നം വന്നത് മെയ് മാസത്തെ റിട്ടയർമെൻറ്റിലാണ്. എനിക്ക് 1ാം റാങ്കാണ് എനിക്കടക്കം അഡ്വൈസ് പോയിട്ടുള്ളത് മെയ് മാസത്തെ റിട്ടയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ മെയ് മാസത്തെ റിട്ടയർമെൻറ്റ് മുഴുവൻ ഈ ഡിവിഷൻ ഫോൾ വന്ന സ്കൂളിലെ ടീച്ചേഴ്സിനെ പുനർവിന്യസിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ നിലവിൽ ഇനി മാർച്ച് 31 വേക്കൻസി ആൻറ്റിസിപ്പേറ്ററി വേക്കൻസി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ അടുത്ത വർഷത്തെ ഡിവിഷൻ ഫോളും കൂടി കണക്കിലെടുത്തിട്ടേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നാണ് നമ്മൾ അറിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം 150 മുകളിൽ ആളെ എടുത്തതാണ് LP ലിസ്റ്റ് കണ്ണൂർ ജില്ലയിൽ. ഇപ്രാവശ്യം പക്ഷേങ്കിൽ ഒരു 50 തേക്കുമെന്ന് നമ്മൾ ആശങ്കപ്പെടുന്നുണ്ട്. 8 മാസത്തോളമായി നമ്മൾ ലിസ്റ്റ് വന്നിട്ട് 8 മാസമായിട്ടും ഈ ലിസ്റ്റിന് ഒരു അനക്കവും സംഭവിച്ചിട്ടില്ല. ഇതുവരെ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയെ കണ്ടില്ല. പക്ഷേ DDയിലും അതുപോലെ തന്നെ അനുബന്ധ സ്ഥാപനങ്ങളിലും നമ്മൾ നിരന്തരം അവിടെ കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഒന്നാമത് ഈ ഡിവിഷൻ ഫാൾ കൊണ്ട് മുൻകൂട്ടി ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ്. ഡിസംബറിൽ PSC ഒരു ഉത്തരവിറക്കായിരുന്നു, ഇപ്പോൾ അടുത്ത വർഷം വരുന്ന മുഴുവൻ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊന്നും ഇവിടെ നടക്കുന്നില്ല. പ്രധാനപ്പെട്ടത് ഈ കുട്ടികളെ ഡിവിഷൻ ഫാളാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലുള്ളത്. കുട്ടികളുടെ അനുപാതം 1:30 എന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് 1:30 എന്നതിൽ മാറ്റി 1:25 കുറച്ച് വേക്കൻസി നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പല സ്കൂളുകളിലും HMമാർ ക്ലാസ് എടുക്കുന്നൊരു രീതിയുണ്ട്. കാരണം HMമാർക്ക് ക്ലറിക്കൽ ജോലിയും മറ്റു കാര്യങ്ങൾക്കായിട്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഉള്ളത്. അപ്പോൾ HTV എന്നൊരു പോസ്റ്റും അത് PSCക്ക് വിട്ട് അവിടെ നമ്മളെപ്പോലുള്ള PSC റാങ്ക് ഹോൾഡേഴ്സിനെ വിന്യസിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പലർക്കും നിങ്ങളുടെ ലിസ്റ്റിലുള്ളവർക്ക് ഈ പ്രായം അവസാനത്തെ ചാൻസ് ഒക്കെ ആയിരിക്കില്ല. 2 വർഷം ഉണ്ടെങ്കിൽ പോലും ഇതിപ്പോൾ വളരെ ബുദ്ധിമുട്ട്, മാനസികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടല്ലേ? അതെ, ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഞങ്ങൾ അവസാന ലിസ്റ്റിൽ വന്നതിന് ശേഷം എവിടെയും എത്താതെ നിൽക്കുന്നത് വളരെ ദയനീയമായൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ 1:25 ആക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആക്കിയാൽ മാത്രമേ ഞങ്ങൾക്കുള്ള പോസ്റ്റിന് ഒഴിവുകൾ രേഖപ്പെടുത്തപ്പെടുകയുള്ളൂ, ഞങ്ങൾക്കുള്ള പോസ്റ്റിംഗ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ 8 മാസമായിട്ടും ഇതുവരെ ഒരു പോസ്റ്റിംഗ് ലഭിച്ചിട്ടില്ലാത്തതിന് കാരണം ഈ ഡിവിഷൻ ഫോൾ തന്നെയാണ്. അതിന് വേണ്ട നടപടി എന്തായാലും ഈ ഇലക്ഷന് മുൻപേ തന്നെ ഞങ്ങൾക്ക് വേണ്ടി എടുക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ലിസ്റ്റിൻ്റെ കാലാവധി 2028 വരെ ഉണ്ടെങ്കിലും ഈ 8 മാസമായിട്ട് ഒരാൾക്ക് പോലും നിയമനം കൊടുക്കാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് വലിയ ആശങ്കയുണ്ട് ഉദ്യോഗാർത്ഥികൾ. അതുകൊണ്ട് സർക്കാർ അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കണമെന്നാണ് അവർക്ക് പറയാനുള്ളത്. കണ്ണൂരിൽ നിന്നും രജീഷ് കരിവള്ളൂരിനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.